എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 69, 70 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തമാണുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനുമൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് സ്വർഗരാജ്യത്തോളം, സ്വർഗത്തിലെ ഇന്ദ്രൻ്റെ കൊട്ടാരത്തോളം സുന്ദരമായിട്ടുള്ള ഒരു വാസസ്ഥാനം പണിതു കൊടുത്തു ഭീഷ്മക മഹാരാജാവ് എന്ന് പറഞ്ഞു. അവിടുത്തെ കഥകളാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 69ാമത്തെ ശ്ലോകം നോക്കാം. പ്രവിഷ്ട തത്തത്പരിബർഹജാതേ വിധാനവത്യർപ്പിത ഹേമപീഠേ തത്കൽപ്പിതേ ചാരുണി തത്ര ഗേഹേ സസീരപാണി സുഖമാസ്തശൗരി. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. പ്രവിഷ്ട തത്തത്പരിബർഹജാതേ വിധാനവതി അർപ്പിത ഹേമപീഠേ തത്കൽപ്പിതേ ചാരുണി തത്ര ഗേഹേ സസീരപാണി സുഖം ആസ്ത ശൗരി. അത്ര ധാരാളമായിട്ടൊന്നും പദച്ഛേദം പറയാനില്ല. എന്താണ് അവിടുത്തെ കഥകളെന്ന് പറയാണ്. സസീരപാണി ശൗരി, സീരപാണിയോടുകൂടിയവൻ, അതാണ് സസീരപാണി. സീരപാണിനാ സഹവർത്തതേതി സസീരപാണി. സീരപാണി എന്ന് പറഞ്ഞാൽ സീരം, കലപ്പ കയ്യിലേന്തിയവൻ ബലരാമൻ. ബലരാമനോടുകൂടിയവനായ ശൗരി, ശൂരകുലത്തിൽ ജനിച്ചവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ. തത്കൽപ്പിതേ, തത്കൽപ്പിതേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശില്പികളെ കൊണ്ട് അല്ലെങ്കിൽ ഭീഷ്മക മഹാരാജാവിനാൽ കൽപ്പിക്കപ്പെട്ടതായ ആ കൊട്ടാരത്തിൽ എന്നാണ് പറയാൻ പോണത്. അതിനു മുമ്പേ തന്നെ ഈ ഭീഷ്മക മഹാരാജാവിനാൽ തയ്യാറാക്കി കൊടുക്കപ്പെട്ടതും അതുപോലെ തന്നെ പ്രവിഷ്ട തത്തത് പരിബർഹജാതേ, പ്രവേശിച്ചവരായ തൻ്റെ ഭൃത്യന്മാരോടുകൂടിയവൻ. അതായത് ആ ഒരു ഗൃഹം പണിതു കൊടുത്തു. അതിലേക്ക് ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ ആദ്യം കയറിപ്പോയി അവിടെ സുഖമായിട്ട് താമസിക്കുകയൊന്നുമല്ല ചെയ്തത്. ആദ്യം തന്നെ ഭൃത്യന്മാരെ മുഴുവനും അവിടേക്ക് പ്രവേശിപ്പിച്ചു. അതാണ് പ്രവിഷ്ട തത്തത് പരിബർഹജാതേ. പരിബർഹാണാം ഭൃത്യാനാം ജാതം സമൂഹ. അതായത് പരിബർഹജാതേ പ്രവിഷ്ടേ എന്ന് വേണമെങ്കിൽ പറയാം. ആ പരിബർഹജാതങ്ങൾ, അതായത് ഭൃത്യന്മാരുടെ സമൂഹം അവിടേക്ക് പ്രവേശിച്ചപ്പോൾ, അതാണ് പ്രവിഷ്ട തത്തത് പരിബർഹജാതേ വിധാനവതി. ആ വിധാനങ്ങളോടുകൂടിയ അലങ്കരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതായ അർപ്പിത ഹേമപീഠേ, അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അർപ്പിച്ചിരിക്കുന്നതായ സ്വർണസിംഹാസനത്തിൽ, അതാണ് അർപ്പിത ഹേമപീഠേ ചാരുണി തത്രഗേഹേ. അങ്ങനെയൊക്കെയുള്ളതായ ഇതെല്ലാം കൂടിച്ചേർന്നതായ ആ സുന്ദരമായ ഗൃഹത്തിൽ. അപ്പോൾ അവിടെ വിധാനങ്ങളുണ്ട്, സ്വർണസിംഹാസനങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സുന്ദരമാക്കിയിട്ടുള്ള വിധാനങ്ങൾ എന്നുള്ളത് കൊണ്ട് പട്ടുവസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചത്, നല്ല വിശാലമായിട്ടുള്ള മുറികൾ, ഇരിപ്പിടങ്ങൾ, അങ്ങനെയുള്ള എന്തൊക്കെ ഒരാൾക്ക് സൗകര്യങ്ങൾ വേണമോ അതൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതായ ആ ഗേഹത്തിൽ സുഖം ആസ്ത, വളരെ സുഖമായിട്ട് അങ്ങോട്ട് താമസിച്ചു. ഒറ്റയ്ക്കല്ല, ബലരാമനുണ്ട്, അതോടൊപ്പം തന്നെ സൈന്യങ്ങളുണ്ട്. അപ്പോൾ എത്രയും വലിയ വീടാണ് അല്ലെങ്കിൽ ഒരു വാസസ്ഥാനമാണ് ഭീഷ്മകൻ ശ്രീകൃഷ്ണനും കൂട്ടർക്കും പണിത് കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആകെ 2 ആൾക്ക് വേണ്ടിയിട്ടല്ല, ആ ദ്വാരകയിൽ നിന്ന് വന്ന എല്ലാ ഭടന്മാർക്കും സുഖമായിട്ട് താമസിക്കാനും ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും കൂടിയതായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു വാസസ്ഥാനമാണ് പണിത് കൊടുത്തത്. അവിടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ല രത്നസിംഹാസനങ്ങളും സ്വർണസിംഹാസനങ്ങളും അതുപോലെ പട്ടുമെത്തകളും പട്ടുവിരിപ്പുകളും ഒക്കെയുള്ളതായ ആ ഗേഹത്തിൽ ഏട്ടനോട് കൂടിയിട്ട് സുഖമായിട്ട് ശ്രീകൃഷ്ണനും താമസിച്ചു. അല്ലെങ്കിൽ അവിടെ കുറേ ദിവസം താമസിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, അടുത്ത ദിവസത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ട് അവിടെ താമസിച്ചു എന്നർത്ഥം. അവിടേക്ക് താമസത്തിനായിട്ട് പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണതെന്ന് നോക്കാം. 70ാമത്തെ ശ്ലോകം നോക്കൂ. സംബാധശൂന്യം വിനിവേശ്യ സൈന്യം സമ്പാദ്യ സർവാണി സമീഹിതാനി സകൃഷ്ണ നിർബന്ധവശേന രാജ ജഗാമകൃച്ഛ്രേണ നിജം നിവാസം. നമുക്കിതിലെ പദങ്ങൾ നോക്കാം. പദച്ഛേദമൊന്നും കാര്യമായിട്ട് പറയാനില്ല. സംബാധശൂന്യം വിനിവേശ്യ സൈന്യം സമ്പാദ്യ സർവാണി സമീഹിതാനി സ കൃഷ്ണനിർബന്ധവശേന രാജാ ജഗാമ കൃച്ഛ്രേണ നിജം നിവാസം. ഇവിടെ എന്താ ഉണ്ടായത്? ഈ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പ്രവേശിച്ചതിന് ശേഷം എന്നാണ് വർണ്ണിക്കുന്നത്. സരാജ,
ആ രാജാവ്, വിദർഭത്തിലെ രാജാവായിട്ടുള്ള ഭീഷ്മകൻ, അദ്ദേഹം സൈന്യം സമ്പാദശൂന്യം വിനിവേശ്യ. സൈന്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സൈന്യത്തിനെ എന്നർത്ഥം. അവിടെയുള്ള സൈന്യങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനും ബലരാമനും കൊണ്ടുവന്നിട്ടുള്ള സൈന്യങ്ങളാണല്ലോ. ആ സൈന്യങ്ങളെ സമ്പാദശൂന്യം, സമ്പാദം എന്ന് പറഞ്ഞാൽ ഒരു ബാധകളുമില്ലാതെ, ഒരു തടസ്സങ്ങളുമില്ലാതെ, പരസ്പരം പ്രകോപനങ്ങളൊന്നുമില്ലാതെ, അതാണ് സമ്പാദശൂന്യം. സമ്പാദം എന്ന് പറഞ്ഞാൽ പരസ്പരം ബാധിക്കുകയാണ്. ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ, ചെറിയ ദേഷ്യങ്ങൾ, ഇതൊക്കെ പതിവുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ കുറേ അധികം പേര് എത്തിച്ചേരുമ്പോൾ അവരുടെ ആവശ്യങ്ങളൊന്നും വേണ്ടതുപോലെ നടക്കാതെ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ചർച്ചയില്ലായ്മയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം തീർത്തുകൊണ്ടാണ് ഭീഷ്മകൻ ആതിഥ്യമര്യാദ പ്രകടിപ്പിച്ചത്. അതാണ് സമ്പാദശൂന്യം. പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ സൈന്യങ്ങളെ വളരെ ലളിതമായിട്ട്, വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് സമ്പാദശൂന്യം വിനിവേശ്യ, ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് സർവാണി സമീഹിതാനി സമ്പാദ്യ, എല്ലാ സമീഹിതങ്ങളും എത്തിച്ചു കൊടുത്തിട്ട്. സമീഹിതങ്ങളെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ആവശ്യങ്ങളെന്ന് പറയാം. പ്രത്യേകിച്ച് സൈന്യങ്ങൾക്ക് വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആവശ്യമുള്ള പല സാധനങ്ങളും ഉണ്ടാവും. സൈന്യങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ആവശ്യം ഉണ്ടാവും. എന്താണ് ആവശ്യം? കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ആവശ്യങ്ങൾ, ഒന്ന് വിശ്രമിക്കാനും അതിനൊക്കെയുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സകല ആവശ്യങ്ങളും നടത്തി കൊടുത്തു. വെള്ളവും ഭക്ഷണവും ഒക്കെ ധാരാളം കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അവരുടെ സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതായ പ്രകോപനങ്ങളൊക്കെ ഇല്ലാതെയായി. അതാണ് സമ്പാദശൂന്യം എന്ന് പറഞ്ഞത്. അങ്ങനെ അവരെ തമ്മിൽ അടുപ്പിക്കാതെ വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിട്ടും സർവാണി സമീഹിതാനി സമ്പാദ്യ, എന്നിട്ട് എല്ലാം നേടിക്കൊടുത്തു. അവർക്കായിട്ട് എല്ലാം സമർപ്പിച്ചു. സൈന്യങ്ങളെയൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട്, വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് പരിഗണിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അവസാനം സൈന്യങ്ങളെ മാത്രമൊന്നുമല്ല, ശ്രീകൃഷ്ണനോടും ബലരാമനോടും ഒക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട്, വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി മാത്രം ഇടപെട്ടു. അതിനുശേഷം കൃഷ്ണനിർബന്ധവശേന കൃച്ഛ്രേണ നിജം നിവാസം ജഗാമ. അതൊക്കെ കഴിഞ്ഞിട്ട് ഭീഷ്മകന് പോവാൻ തോന്നണില്ല തൻ്റെ കൊട്ടാരത്തിലേക്ക്. വന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ. കൃഷ്ണനെയൊക്കെ എപ്പോഴും കാണാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതുകൊണ്ട് പോവാൻ അത്ര കൂട്ടാക്കിയില്ല. എന്നാലും കൃഷ്ണ നിർബന്ധവശേന, ശ്രീകൃഷ്ണൻ വളരെയധികം നിർബന്ധിച്ചത് കൊണ്ട്, എല്ലാം ആവശ്യത്തിനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി ഭക്ഷണം കഴിക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും അങ്ങ് ഒരുക്കി തന്നിട്ടുണ്ട്, അങ്ങ് പൊയ്ക്കോളൂ എന്ന് ശ്രീകൃഷ്ണൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടുള്ള ആ ഒരു പ്രേരണ കൊണ്ടാണ് പിന്നെ പോയത്. അതാണ് കൃഷ്ണ നിർബന്ധവശേന. കൃഷ്ണൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം കൃച്ഛ്രേണ, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട്, ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൃച്ഛ്രേണ നിജം നിവാസം ജഗാമ, തൻ്റെ കൊട്ടാരത്തിലേക്ക്, തൻ്റെ ബന്ധുക്കളും എല്ലാവരും താമസിക്കുന്നതായ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ശരിക്കും ഭീഷ്മകൻ അവിടെ നിന്ന് പോകണമെന്ന് മോഹമുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണനെ പരമാവധി കാണുക, ശ്രീകൃഷ്ണൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്നൊക്കെ, അതിനൊക്കെ മോഹമുണ്ടായിരുന്നുണ്ടാവണം. പക്ഷെ അതിനൊന്നും ശ്രീകൃഷ്ണൻ വശംവദനായില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞു, പെട്ടെന്ന് പൊക്കോളൂ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കരുതേണ്ട കാര്യമില്ല, അങ്ങയുടെ കൊട്ടാരത്തിലേക്ക്, മകളും പത്നിയും ഒക്കെ ഉള്ളതായ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പൊക്കോളൂ, നാളെ സ്വയംവരമാണല്ലോ, വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞയച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും ഈ ഭീഷ്മക മഹാരാജാവിനെ കാണാനാണ് വന്നതെങ്കിൽ ഇത്ര സൈന്യത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതുപോലെ തന്നെ കാണാൻ വന്നാൽ പിന്നെ തിരിച്ചു പോയാൽ പോരെ? ഇങ്ങനെയുള്ളൊരു ദർശനമാണ് തങ്ങൾക്ക് വേണ്ടിയിരുന്നത് എങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പോയാൽ പോരെ? പിന്നെ എന്തിനാണ് ഭീഷ്മകൻ പണിത വലിയ ആവാസ സ്ഥലത്ത് താമസിച്ചത് എന്നുള്ളതൊക്കെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അത് പറയാതെ പറയുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈഭവം ഭീഷ്മക മഹാരാജാവിന് ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് അവരുടെ മനസ്സറിഞ്ഞ എല്ലാ കാര്യങ്ങളും ഭീഷ്മകൻ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ ചെയ്തു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞ് സ്വന്തം കൊട്ടാരത്തിലേക്ക് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് താല്പര്യമൊട്ടും ഇല്ലാതെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രവിഷ്ടതത്പരിബർഹജാതേ വിധാനവത്യർപ്പിത ഹേമപീഠേ
തത്കൽപ്പിതേ ചാരുണി തത്ര ഗേഹേ സസീരപാണി സുഖമാസ്തശൗരി സമ്പാധശൂന്യം വിനിവേശ്യ സൈന്യം സമ്പാദ്യ സർവാണി സമീഹിതാനി സകൃഷ്ണനിർബന്ധവശേന രാജ ജഗാമകൃച്ഛ്രേണ നിജം നിവാസം. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.